കർത്താവ് നൽകിയ സന്ദേശപ്രകാരം ഞങ്ങൾ റോമിലെ ഈ എക്സോസം പഠിക്കാൻ പോയ സമയത്ത് ഈ ശാപം, ബന്ധനം, തടസ്സങ്ങൾ നീക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അത് നമ്മളിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 3 ആഴ്ച അടുപ്പിച്ച് നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്കായിട്ട് കുർബാന കഴിഞ്ഞ ഉടനെ, അടുത്ത ആഴ്ച മുതൽ കുർബാന കഴിഞ്ഞ ഉടനെ 3 ആഴ്ച അടുപ്പിച്ച് ആ പ്രാർത്ഥന നടത്തും. അതിന് നിങ്ങൾ ഒരുങ്ങി വരണമെന്ന് പ്രത്യേകം ഓർമ്മ. താല്പര്യമുള്ളവർ കൊണ്ടുവരേണ്ടത് മെഴുകുതിരി കളറ് ഞാൻ കത്താൻ പ്രാർത്ഥിച്ചപ്പോൾ മഞ്ഞ കളറാണ്. നമ്മളിപ്പോൾ ഈ ആൾത്താരിൽ കത്തിക്കുന്നത് മഞ്ഞത്തിരിയാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ സഭയുടെ, കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള, മാത്രമല്ല മഞ്ഞയാണ് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള നിറം. അപ്പം അതുകൊണ്ട് മഞ്ഞത്തിരി നിങ്ങൾ സാധിക്കുന്ന ഒരു DBCS പുത്തമ്പള്ളി പോയാൽ കുർബാനയുടെ മേരേജ് കാണിച്ചിട്ടുണ്ട്. ഇതാണ്. മറ്റ് സാധാരണ തിരി, ലോക്കൽ തിരികളൊക്കെ അത് വേണ്ട നമുക്ക്. ഇത് കുർബാനയ്ക്ക് കത്തിക്കുന്ന ഓൾട്ടർ തിരി എന്ന് പറഞ്ഞാൽ മഞ്ഞ തിരി നിങ്ങൾക്ക് കിട്ടും. അത് വാങ്ങിച്ചു കൊണ്ടുവരാം. പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ കുന്തിരിക്കം. അത് 3 ആഴ്ചയും നിങ്ങൾ കൊണ്ടുവരണം. അത് കുർബാന കഴിഞ്ഞ ശേഷം ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതിന് പ്രത്യേക പ്രാർത്ഥന എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെ കുറിച്ചിട്ടുള്ള, കർത്താവ് കുരിശിൽ സഹിച്ചു, തലമുടി ധരിച്ചു, അടിയേറ്റു, അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മുടെ പാപത്തിന്, നമ്മുടെ തലമുറയ്ക്കുള്ള തടസ്സങ്ങളോ പൂർവ്വപിതാക്കന്മാരുമായിട്ട് വന്ന തടസ്സങ്ങളോ അസ്വസ്ഥകളോ ശാപങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് മോക്ഷം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. അത് 9 ഘട്ടമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ 3 ആഴ്ച നിങ്ങൾ അതിൽ സംബന്ധിക്കണം. അന്ന് 3 ആഴ്ച പോയിട്ട് കുന്തിരിക്കം പോവുകയും, അതുപോലെ തന്നെ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 21 ദിവസം. ഡാനിയലിൻ്റെ ഫാസ്റ്റിംഗ് പ്രയർ 21 ദിവസമാണ്. അപ്പോൾ 3 ആഴ്ച ആണ് കർത്താവ് തനിക്ക് സന്ദേശം. അപ്പോൾ 21 ദിവസം ഡാനിയലിൻ്റെ ഫാസ്റ്റ് ഉപവാസ പ്രാർത്ഥന. സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉപവാസത്തിൽ പ്രാർത്ഥിക്കും, നല്ലതാണ്. ഇനി പറ്റാത്തൊരു 3 ദിവസമെങ്കിലും 3 ചൊവ്വാഴ്ചകളെയും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഉപവാസം മരിച്ചൊന്നും പോവില്ല കേട്ടോ. നിങ്ങൾ തെറ്റായ ധാരണയാണ്. നമ്മൾ ഉപവാസം എടുത്താൽ 40 മണിക്കൂറോ 100 മണിക്കൂർ എടുത്താലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നേ. നമ്മൾ അടുത്ത മാസത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവ് നൽകിയ സന്ദേശം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആദിമസഭയിലെ പോലെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത മാസം ഉപവാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളൊന്ന് ട്യൂൺ ചെയ്യും, ടോക്ക് കുറച്ചിട്ട് ഓരോരുത്തരെ 5 പേര് 6 പേരെ ഗ്രൂപ്പാക്കി തിരിക്കും. ഉപവാസിക്കുന്ന സമയത്ത് കർത്താവ് ഒത്തിരിയേറെ കൃപ തരും. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ഞാൻ എരുമപ്പെട്ടിയിൽ ഏകദിന കൺവെൻഷനെ പോയി. എരുമപ്പെട്ടിക്കാർ ആരുണ്ടോ? എരുമപ്പെട്ടിക്കാരുണ്ടോ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നിരുന്ന ആരാധന സമയത്ത് കർത്താവ് ആരാധന നടത്തിയൊന്നുമില്ല. ആരാധന സമയത്ത് കർത്താവ് ഇങ്ങനെ എൻ്റെ ചെവിട്ടിൽ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിതുവരെ അവിടെ സന്ദേശമൊന്നും പറയാറില്ലല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഇങ്ങനെ ചെവിട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ദൈവവുമായിട്ട് ഉപവസിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം കൂടും. അതിന് കർത്താവ് 40 ദിവസം ഉപവസിച്ച്, മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അസുഖമുണ്ട്, ശരിയാണ്. വലിയ അവർ ഉപവസിച്ചിലും കുഴപ്പമൊന്നുമില്ല. ഞാനും അസുഖകാരനൊക്കെയാണ്. ഞാനും ഗുളിക കഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ദിവസങ്ങൾ കഴിച്ചില്ല. പക്ഷേ അന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കൂടുതൽ ഇരട്ടി ശക്തി കർത്താവ് നമുക്ക്, ആത്മീയ ശക്തി, തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് ഒത്തിരി കൃപകൾ, ഒത്തിരി സന്ദേശവും കർത്താവ് നൽകും. അതിന് പ്രകാരം നമ്മൾ ഇപ്പോൾ 3 ആഴ്ച നമുക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് 3 ആഴ്ച വേണം നിർബന്ധമില്ല. ഒരാഴ്ച മുടക്കം വരും. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയണേ, 3 ആഴ്ചക്കുള്ളിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും 2ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 3ാമത്തെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് എളുപ്പമല്ല. കാരണം നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇത്രയും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെ ആഴ്ച മുട്ടിക്കാൻ പറ്റില്ല, ഉറപ്പും. അപ്പം അതുകൊണ്ട് 3 ആഴ്ച പറ്റാത്തവരെ പിന്നത്തെ ആഴ്ചയിലേക്ക്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 1ാമത്തെ ആഴ്ച നമുക്കിവിടെ തൈലാഭിഷേക ദിവ്യകാന പ്രദർശനം, അതുകൊണ്ട് സമയം കിട്ടില്ല. നമ്മൾ 2, 3, 4 ആഴ്ചകളിലൊക്കെ ആയിട്ടാണ് ഈ ഉപവാസ ശാപമോശ വിടുതൽ പ്രാർത്ഥന നടത്തുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചു വെക്കണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടിയും പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ഒരുക്കത്തിൽ നന്നായി ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാതാവ് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്.
അത് ഞാൻ പറ്റുകയാണെങ്കിൽ ആ പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് അടിച്ചു നൽകുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ആത്മാഭിഷേക പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന കൂടിയുണ്ട്. അത് ഞാൻ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ അടിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും പ്രത്യേകമായിട്ടും ഓർമ്മിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് നമ്മൾ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു വരണം. കർത്താവ് പറയുന്ന സന്ദേശം, നമ്മളിനി ആദിമസഭയിലെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വളരണം. എല്ലാ ജനങ്ങളും, എല്ലാ ആദിമസഭ എല്ലാവരും പരിശുദ്ധമായ കൃപയിലായിരിക്കണം. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ ലഭിക്കണം. ഇല്ലെങ്കിൽ നമുക്കിനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയുള്ള കാലഘട്ടം ഒത്തിരിയേറെ പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ കൃപയുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ ആലയത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കാൻ, നിങ്ങൾ ദശാംശം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അതിലെ അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകമായിട്ടും ഓർമ്മിക്കുകയാണ്. നമുക്ക്